നിന്റെ ഈ താൽക്കാലിക വിജയത്തില് നീ ആവശ്യത്തിന് സന്തോഷിച്ചോ? പക്ഷേ ഒന്ന് നീ ഓർത്തു വെച്ചോ, നീ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മുതല് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. അതിന്റെ പേരേ അർജുൻ എന്നാ. അർജുൻ അർജുൻ. ഇപ്പൊ നിനക്ക് കിട്ടുന്നതും ഇനി നീ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അതെല്ലാം അതിന്റെ താഴെ നിൽക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ ഈ കമ്പനിയൊക്കെ എന്റേതേ ഈ കയ്യിലോട്ട് വരും. അന്ന് ഞാൻ നിന്നെ തൂക്കിയെടുത്ത് വെളിയിലോട്ട് കളയും. അമ്മാവന്റെ മകളേക്കാൾ ഒരു പടിയല്ല, കുറേ പടികളുടെ മുകളിലാണ് ഭാര്യയുടെ സ്ഥാനം എന്ന് നീ ഓർത്തു വെച്ചോ. നീയേ ഈ അഹങ്കാരത്തോടെ പറയുന്ന ഈ ഭാര്യാപട്ടം പോകാൻ അധിക സമയമൊന്നും വേണ്ടടി. അർജുനേട്ടന്റെ മനസ്സ് നിന്നെ മടുത്തു തുടങ്ങിയെന്ന് അറിയുന്ന നിമിഷം ഒരു വെള്ളപ്പേപ്പർ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട് ഞാൻ. ഓ, പിന്നെ നിന്റെ ജീവിതം കുടുംബ കോടതിയുടെ വരാന്തയില. അന്ന് ഞാനും ഉണ്ടാവും അവിടെ, അർജുനേട്ടനെ ആശ്വസിപ്പിക്കാനും നിന്റെ തല താഴ്ന്നു നിൽക്കുന്നത് കാണാനും. നീ മുഖാന്തരം അങ്ങനൊരവസ്ഥ എനിക്കുണ്ടായാൽ കുടുംബ കോടതിയിലേക്കായിരിക്കില്ല ഞാൻ പോകുന്നത്, നേരെ ജയിലിലോട്ടാവും. പേടിക്കണ്ട, നിന്നെ കൊന്നിട്ടല്ല, എന്റെ ഭർത്താവിനെ കൊന്നിട്ടായിരിക്കും. ദേ, ഞാനല്ലാതെ വേറെ ഒരുത്തിയും അയാളുടെ ജീവിതത്തിൽ വേണ്ട. നീ എന്താ കരുതിയിരിക്കുന്നേ? ഞാൻ ഇവിടുന്ന് പോയാലുടൻ സാറ് നിന്നെ കയറി പ്രേമിക്കുമെന്നോ? ഇങ്ങനെ കുറേ മണ്ടത്തരം നീ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലേ. ഞാൻ പോയി കഴിഞ്ഞാൽ അർജുനേട്ടൻ ഒരു 100 കൊല്ലം ഒറ്റയ്ക്ക് ജീവിച്ചാലും ശരി, ദേ നിന്നെ പോലൊരെണ്ണത്തിനെ പുള്ളിയെടുത്ത് തലയിൽ വെക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മണ്ടനല്ല അർജുൻ സാറ്. എന്റെ കരുതലും മണ്ടത്തരൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്താ കരുതിയിരിക്കുന്നെ? ഉള്ള കാലം മുഴുവൻ നീ അർജുനേട്ടന്റെ ഭാര്യയായി ഇവിടെ ജീവിക്കാന്ന് കരുതിയോ? എന്നാ അതാണ് ഞാൻ കരുതുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം. അർജുനേട്ടനോടൊപ്പം ജീവിച്ച് ഏട്ടന്റെ മക്കളെയും പ്രസവിച്ച് വളർത്തി നീ ഭാര്യയായോ അമ്മയായോ ഒക്കെ ഇവിടെ വിലസുന്നത് സ്വപ്നം കണ്ട് ജീവിക്കാണോ നീ? അത് സ്വപ്നമായിട്ട് എന്നെ തുടരും. അത് നിനക്ക് എന്നെ കുറിച്ച് അറിയാത്തോണ്ടാ. ഈ പ്രസവിക്കാനും അമ്മയാവാനും മക്കളെ വളർത്താനും ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. 8-9 മാസം വയറ്റിലും ചുമന്ന് അതിനെ പ്രസവിച്ച് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി വിവാഹം കഴിപ്പിച്ച് അവർക്ക് കുഞ്ഞുങ്ങളായി മുത്തശ്ശിയായി മരിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ റോൾ അല്ല എന്റേത്. അങ്ങനെയൊക്കെ നോക്കുമ്പോ നിനക്ക് വലിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സറോഗേറ്റ് അമ്മയാവാൻ ഒരാളെ വേണ്ടി വരും. ആവേശം വേണമെങ്കിൽ നീ കെട്ടിക്കോ. മക്കളെ പ്രസവിച്ചൊക്കെ തന്നിട്ട് നീ സ്ഥിരമായിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്നോ. പക്ഷെ എന്റെ മക്കളുടെ അമ്മ എന്നുള്ള പരിഗണനയും സ്നേഹവും നീ ഒരിക്കലും എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതെന്നേ ഉള്ളൂ.